നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പരിപ്പരയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ ബോട്ടിൽ ഗാർഡൊക്കെ ചേർത്തിട്ടുള്ള പരിപ്പരയുടെ റെസിപ്പി, അതായത് ചുരക്കയില്ലേ അതാണ് കേട്ടോ. അതിന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലോട്ട് കുറച്ച് അധികം സാധനങ്ങൾ ചേർത്തിട്ട് വേണം വിസിലടിപ്പിക്കാനായിട്ട്. അപ്പം ഞാനിവിടെ ഉള്ളി ചേർത്ത് കൊടുത്തു. എന്നിട്ട് പച്ചമുളക്, തക്കാളി, കരിവേപ്പില, ഇഞ്ചി, കുറച്ച് പരിപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പം ഇത്രയും വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. വെള്ളം അധികമായി പോകണ്ട. നമ്മൾ ചേർത്തേക്കുന്ന പച്ചക്കറിയുടെ അതേ അളവിൽ മതി കേട്ടോ വെള്ളം. എന്നിട്ട് 4 വിസിൽ അടുപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞ് പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നല്ലോണം വെന്തിട്ടുണ്ടാവും. ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ച് വന്നാൽ മാത്രം മതി നമുക്ക് താളിച്ചൊഴിക്കാം. അപ്പോൾ അതിനായിട്ട് പാൻ ചൂടാക്കാൻ വെച്ചു, എണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് കടുകിട്ട് പൊട്ടിച്ചു. വറ്റൽ മുളക്, വെളുത്തുള്ളി, കരിവേപ്പില അതും കൂടി ചേർത്തതിന് ശേഷം കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ലാസ്റ്റിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി കറിയാണ് കേട്ടോ.